ലില്ലീസ് കിച്ചൺ. ഇന്ന് ഞാൻ ഉണ്ടാക്കുന്ന ഒരു ഈസി ബൂന്തി ലഡുവാണ്. ആദ്യം അതിന് വേണ്ടിയുള്ള ഇൻഗ്രീഡിയൻസ് എന്തൊക്കെയാണെന്ന് നോക്കാം. ബൂന്തി ഉണ്ടാക്കാൻ വേണ്ടി 1.25 കപ്പ് കടലമാവ് വേണം, പിന്നെ നെയ്യ് വേണം. ഞാനിപ്പം 2 ടേബിൾ സ്പൂൺ നെയ്യാണ് എടുത്തേക്കുന്നത്. ഈ കാഷ്യൂ നട്ട്സും റൈസിൻസും വറുത്തെടുക്കാനും പിന്നെ കുറച്ച് അവസാനം ചേർക്കാൻ വേണ്ടിയാണ്. പിന്നെ എണ്ണ എടുത്തിട്ടുണ്ട്. ഇത് ബൂന്തി ഫ്രൈ ചെയ്തെടുക്കാൻ വേണ്ടിയാണ് ഞാൻ എണ്ണ എടുത്തേക്കുന്നത്. സൺഫ്ലവർ ഓയിലാണ് ഞാൻ എടുത്തേക്കുന്നത്. നിങ്ങൾക്ക് വേണമെങ്കിൽ ട്രഡീഷണൽ ആയിട്ട് ഉണ്ടാക്കണമെന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് ഇതിന് പകരം നെയ്യ് വേണമെങ്കിലും ഉപയോഗിക്കാം. പിന്നെ ഇതിലോട്ട് ബേക്കിംഗ് സോഡ വേണം. ബേക്കിംഗ് സോഡ ഓപ്ഷണലാണ്, വേണമെങ്കിൽ ഒരു പിഞ്ച് ചേർക്കാം. പിന്നെ 1/4 ടീസ്പൂൺ ഏലക്കാപ്പൊടി, ഒരു പിഞ്ച് ഉപ്പ്, 1 ടീസ്പൂൺ മഞ്ഞൾപ്പൊടിയാണ് എടുത്തേക്കുന്നത്. ഒരു കളറിന് വേണ്ടിയാണ് മഞ്ഞൾപ്പൊടി എടുത്തേക്കുന്നത്. പിന്നെ ഗ്രാമ്പു പൊടിച്ചത് എടുത്തിട്ടുണ്ട്, 4 ഗ്രാമ്പുമാണ് പൊടിച്ചേക്കുന്നത്. നിങ്ങൾക്ക് ഈ മഞ്ഞൾപ്പൊടിന് പകരം ലെമൺ യെല്ലോ ഫുഡ് കളർ വേണമെങ്കിലും ഉപയോഗിക്കാം. പിന്നെ കാഷ്യൂ നട്ട്സും റൈസിൻസും വേണം. പിന്നെ ഈ ബാറ്റർ ഉണ്ടാക്കിയെടുക്കാൻ വേണ്ടി 1/4 കപ്പ് വെള്ളം എടുത്തിട്ടുണ്ട്. ഇതിൻ്റെ ഷുഗർ സിറപ്പിന് വേണ്ടി ഞാൻ 1.5 കപ്പ് പഞ്ചസാരയും 1 കപ്പ് വെള്ളമാണ് എടുത്തേക്കുന്നത്. ഇത് നമുക്ക് ഇതെങ്ങനെയാണ് ഉണ്ടാക്കുന്നതെന്ന് നോക്കാം. ഇതിൻ്റെ ആദ്യത്തെ സ്റ്റെപ്പ് എന്ന് പറയുന്ന കടലമാവ് അരിച്ചെടുക്കുന്നതാണ്. ഞാനിപ്പം കടലമാവ് അരിച്ച് വേറൊരു പാത്രത്തിലോട്ട് മാറ്റിയിട്ടുണ്ട്. ഇനി നമുക്ക് ഇതിലോട്ട് 1/4 കപ്പ് വെള്ളമോളം ഒഴിച്ചു കൊടുക്കണം. ഇതൊരു ദോശമാവിൻ്റെ കൺസിസ്റ്റൻസി ആവുന്ന വരെ വേണം വെള്ളം ഒഴിച്ചു കൊടുക്കാൻ. ഇത് തീരെ തിക്കും തീരെ തിന്നും ആവാൻ പാടില്ല. ഇതാണ് ഒരു ബൂന്തി ചാര എന്ന് പറയുന്നത്. ഇതിലാണ് നമ്മൾ ബൂന്തി ഉണ്ടാക്കിയെടുക്കുന്നത്. ഇതില്ലെങ്കിൽ നിങ്ങൾക്ക് വേണമെങ്കിൽ ഇതുപോലത്തെ ഒരു തവി വേണമെങ്കിലും എടുക്കാം. ഈ ബാറ്റർ തീരെ തിക്കായ ഈ ബൂന്തി ചാരയിൽ ഒഴിക്കുമ്പോൾ അത് പോകാൻ പാടായിരിക്കും. ഇത് തീരെ തിന്നാവുകയാണെങ്കിൽ വലിയ ബൂന്തികളായിരിക്കും കിട്ടുന്നത്. കൺസിസ്റ്റൻസി ഇതാണ്. ഇനി നമുക്ക് ഇതിലോട്ട് 1 ടീസ്പൂൺ മഞ്ഞൾപ്പൊടിയും കുറച്ച് ഉപ്പ്, 1 പിഞ്ച് ഉപ്പും 1 പിഞ്ച് ബേക്കിംഗ് സോഡയും ചേർത്ത് കൊടുക്കാം. നിങ്ങൾക്ക് ഈ സമയം മഞ്ഞൾപ്പൊടിന് പകരം യെല്ലോ ഫുഡ് കളർ വേണമെങ്കിലും ചേർത്ത് കൊടുക്കാം. ഇനി ഇത് വിസ്ക് ചെയ്തിട്ട് 15 മിനിറ്റ് റെസ്റ്റ് ചെയ്യാൻ വെക്കാം. ഇത് ഇത്ര ഒരു ഹൈറ്റിൽ വേണം വെക്കാൻ. ഇതിൽ കൂടുതൽ ഹൈറ്റിൽ വെച്ചാൽ ഇത് കറക്റ്റ് ആ ഒരു റൗണ്ട് ഷേപ്പിൽ കിട്ടൂല. ഇപ്പം ഞാനൊരു തെർമോമീറ്റർ വെച്ചിട്ടുണ്ട് ചൂടായോ എന്നറിയാൻ വേണ്ടി. ഇതൊരു 160 ഡിഗ്രി സെൻറ്റിഗ്രേഡ് ഒക്കെ ആകുമ്പോഴേക്കും ഊന്നി ഇട്ട് കൊടുക്കാം. നിങ്ങൾക്ക് ഈ തെർമോമീറ്റർ ഇല്ലെങ്കിൽ എണ്ണ ചൂടായി വരും, ഏകദേശം ഒന്ന് ചൂടായി വരുമെന്ന് കാണുമ്പോഴേക്കും ഒരു ബൂന്തി ഇട്ടിട്ട് അതാവുന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് ബാക്കി ബൂന്തിയും കൂടെ ചെയ്ത് ഇതായിട്ടുണ്ടോ എന്ന് അറിയാൻ വേണ്ടി ഒരു ചെറിയ ഡ്രോപ്പ് ഇട്ട് നോക്കാം. ഇത് 20 സെക്കൻഡിനുള്ളിൽ തന്നെ ബൂന്തി ആയിട്ട് കിട്ടണം. തിളച്ചിട്ടുണ്ട്. ഇനി നമുക്ക് ഇതിലോട്ട് കടലമാവ് മിക്സ്ചർ ഒന്ന് ചേർത്ത് കൊടുക്കാം. ഇനി നമുക്ക് സെക്കൻഡ് ബാച്ച് ഒന്ന് ഫ്രൈ ചെയ്തെടുക്കാം. ഈ ഒരു ലെവലിൽ വേണം നമ്മുടെ ബൂന്തി ചാര വെച്ച് കൊടുക്കാൻ. അപ്പോൾ നമ്മുടെ ബൂന്തി ഇവിടെ റെഡി ആയിട്ടുണ്ട്. ഈ ഒരു സൈസിൽ വേണം ബൂന്തി കിട്ടാൻ. ഇത് നല്ല വലിയ പീസായിട്ടാണ് കിട്ടുന്നതെങ്കിൽ നിങ്ങൾ മിക്സിയിട്ട് ജസ്റ്റ് ഒന്ന് പൾസ് ചെയ്തെടുത്താൽ മതി. ഇതുപോലെ സോഫ്റ്റ് ആയിരിക്കണം. ഇത് ക്രിസ്പി ആവാൻ പാടില്ല. ക്രിസ്പി ആയ ഇത് ഷുഗർ അബ്സോർവ് ചെയ്യൂല. ഇനി പഞ്ചസാര പാനി ഉണ്ടാക്കിയെടുക്കാം. അതിനുവേണ്ടി ഞാൻ 1.5 കപ്പ് പൊടിച്ച പഞ്ചസാര ഒരു സോസ് പാനിലോട്ട് അതിലോട്ട് 1 കപ്പ് വെള്ളവും കൂടെ ചേർത്ത് ഒന്ന് ഇളക്കി കൊടുക്കാം. ഇത് മീഡിയം ഫ്ലെയിമിൽ വെച്ച് ഒന്ന് സ്റ്റിർ ചെയ്തുകൊണ്ട് ഇരിക്കണം. ഇതിലോട്ട് ഗ്രാമ്പൂ പൊടി ചേർത്ത് കൊടുക്കാം. ഇത് ഒറ്റനൂൽ പരുവം ആവുന്ന വരെ ഒന്ന് വെയിറ്റ് ചെയ്യണം. ഒറ്റനൂൽ പരുവം ആവുന്നതിന് പകരം ബബിൾസ് ഫോം ചെയ്യുന്ന വരെ ഇളക്കി കൊടുത്താലും മതി.
ചെറിയ ബബിൾസ് മാറി വലിയ ബബിൾസ് ആവുന്ന വരെ നിങ്ങളൊന്ന് ഇളക്കി കൊടുക്കണം. ഇപ്പം നിങ്ങൾക്ക് വലിയ ബബിൾസ് വരുന്നത് കാണാം. നിങ്ങൾ ഈ സ്റ്റേജ് വരെ ഒന്ന് കുക്ക് ചെയ്താലും മതി. അല്ലെങ്കിൽ നിങ്ങൾ കയ്യിൽ വെച്ച് ഒറ്റ പരുവായോ എന്ന് നോക്കിയാലും മതി. അപ്പോൾ ഈ ഒരു കൺസിസ്റ്റൻസിയാണ്. ഷുഗർ സിറപ്പ് ആവുന്ന സമയത്ത് നിങ്ങൾക്ക് കളർ കുറവാണ്, ലഡുവിന് കളർ കിട്ടൂല എന്ന് തോന്നുവാണെങ്കിൽ ഈ ഷുഗർ സിറപ്പിലോട്ട് തന്നെ കളർ ചേർത്ത് കൊടുത്താൽ മതി. നിങ്ങൾക്ക് ഇഷ്ടമുള്ള കളർ ചേർക്കാം. ഏത് കളർ ലഡുവാണ് നിങ്ങൾക്ക് വേണ്ടതെന്നുണ്ടെങ്കിൽ ആ കളർ ചേർത്ത് കൊടുത്താൽ മതി. ഇനി നമുക്ക് കുറച്ച് നെയ്യ് ഒരു സോസ് പാനിലോട്ട് ഇട്ട് കൊടുക്കുക. അത് മെൽറ്റ് ആകുമ്പോഴേക്കും ഇതിലോട്ട് കാഷ്യൂ നട്ട്സും റേസിൻസും ചേർത്ത് കൊടുക്കുക. ഇനി നമുക്കിത് മീഡിയം ഫ്ലെയിമിൽ വെച്ച് ജസ്റ്റ് ഒന്ന് റോസ്റ്റ് ചെയ്തെടുക്കാം. ഇനി നമുക്ക് ബൂന്തിയിലോട്ട് ഏലക്കാപ്പൊടി ഇട്ട് കൊടുക്കാം. ഇനി ഇതൊന്ന് എല്ലാ ബൂന്തിയിലും എത്തുന്ന വിധത്തിൽ ഒന്ന് മിക്സ് ചെയ്തെടുക്കാം. ഇനി നമുക്ക് ഏലക്കാപ്പൊടി ഇട്ട് മിക്സ് ചെയ്ത് വെച്ചേക്കുന്ന ബൂന്തി നമ്മുടെ റോസ്റ്റഡ് കാഷ്യൂ നട്ട്സും റേസിൻസിലോട്ട് ഒന്ന് ചേർത്ത് കൊടുക്കാം. ഇനി നമുക്കിത് നല്ലപോലെ ഒന്ന് മിക്സ് ചെയ്ത് കൊടുക്കാം. ഇനി നമുക്ക് നമ്മുടെ ചൂടുള്ള ഷുഗർ സിറപ്പ് ഇതിലോട്ടൊന്ന് ഒഴിച്ചു കൊടുക്കാം. ഈ ചൂടോടെ തന്നെ ഒഴിച്ചു കൊടുക്കണം. ഇനി നമുക്കിത് ലോ ഫ്ലെയിമിൽ ഒന്ന് സ്റ്റിർ ചെയ്ത് കൊടുക്കാം. ഷുഗർ സിറപ്പ് അബ്സോർബ് ചെയ്യാൻ വേണ്ടിയാണ് ഇത് ചെയ്യുന്നത്. എല്ലാ ബൂന്തിയിലും ഷുഗർ സിറപ്പ് നല്ലപോലെ അബ്സോർബ് ചെയ്യണം. ഈ ഒരു സ്റ്റേജ് ആയിട്ട് നമുക്ക് ഓഫ് ചെയ്തിട്ട് ജസ്റ്റ് ഒന്ന് കൂളാവാൻ വെക്കാം. ഇത് ജസ്റ്റ് ഒന്ന് കൂളായിട്ട് നമുക്ക് ലഡു ഉണ്ടയാക്കി എടുക്കാം. ചൂടോടെ തന്നെ ഉരുട്ടിയാലേ ഷേപ്പ് ആക്കാൻ പറ്റൂ. അപ്പം നമ്മുടെ ലഡു ഇവിടെ റെഡി ആയിട്ടുണ്ട്. ഈ റെസിപ്പി ഇഷ്ടമാണെങ്കിൽ ലൈക്കും ഷെയറും സബ്സ്ക്രൈബും ചെയ്യാൻ മറക്കരുത്. ഈ റെസിപ്പി ട്രൈ ചെയ്ത് നോക്കിയിട്ട് കമൻസ് അയക്കാൻ മറക്കരുത്. മറ്റൊരു ഡിഷുമായിട്ട് വീണ്ടും കാണുന്നവരെ ദിസ് ഇസ് സൈനിങ് ഓഫ്. ബൈ.